ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 4 അഥവാ ഹാസ്ട്ര ട്രെയിനിങ് ആർക്കിന്റെ എപ്പിസോഡ് നമ്പർ 1 ആണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന് തുടക്കം തന്നെ വളരെയധികം പേടിപ്പെടുത്തുന്ന ഒരു കൊട്ടാരമാണ് കാണിക്കുന്നത്. അങ്ങോട്ടാണ് നമ്മുടെ സാനിമി അതുപോലെ തന്നെ ഒബനായി രണ്ട് ഡീമൺ സ്ലെയർസ് വന്നിരിക്കുന്നത്. എനിക്ക് ഉറപ്പാണോ അവരെ ഇവിടെ തന്നെയാണോ കൊണ്ടുവന്നത് എന്ന് ഒബനായി ഒരു ഡീമൺ സ്ലെയറിനോട് ചോദിക്കുകയാണ്. ദിവസം ഒരു ഡീമൻ ആണെങ്കിൽ ഒരു പെണ്ണിനെയും കൊണ്ട് ഈ കൊട്ടാരത്തിന്റെ അതിലോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു. അവരെ ഫോളോ ചെയ്ത് ആ ഡീമൺ സ്ലെയർ കയറി നോക്കുന്ന സമയത്ത് ആ കൊട്ടാരത്തിന്റെ അകത്ത് വേറെ ഒന്നുമില്ലായിരുന്നു. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവരൊരു കാഴ്ച കാണുന്നത്. വീണ്ടും ഒരു ഡീമൻ ഒരു പെണ്ണിനെ തൂക്കിക്കൊണ്ടു പോകുന്നു. കണ്ടുടനെ തന്നെ അവർ 4 പേരും അവിടെ നിന്ന് ഓടി ആ ഡീമന്റെ അടുത്തോട്ട് പോകാൻ പോവുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ ആ ഡീമൺ സ്ലേഴ്സ് പുറകെ വരുന്നതെന്ന് അറിഞ്ഞ് ആ ഡീമൻ പറയുകയാണ്, ഞാൻ ഇന്നലെ ആ ഡീമൺ സ്ലേഴ്സിനെ കൊല്ലേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് ആ ഡീമൻ കൊട്ടാരത്തിനകത്തിലേക്ക് കയറി പോവുകയാണ്. ആ ഒരു 4 പേരും അവരെ ഫോളോ ചെയ്ത് തന്നെ കയറി പോകുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അവരെ ചുറ്റും ഒരുപാടധികം ഡീമൻസ് നിൽക്കുന്ന സമയത്ത് ഒരു ഡീമൺ സ്ലെയറിന്റെ മണ്ടയ്ക്കോട്ട് എടാ ഭയങ്കര സ്പീഡിൽ ഒരു ഡീമൻ ചാടി വീഴുന്നു. എന്നാൽ ഇത് കണ്ട ഒബനായി അവനെ അങ്ങ് കൊല്ലുകയാണ്. കണ്ട ബാക്കിയുള്ള ഡീമൻസ് എല്ലാം കൂട്ടമായിട്ട് വരികയാണ്. പിന്നെ നടക്കുന്നത് ഒരു കിഡിലൻ ഫൈറ്റ് തന്നെയാണ്. നമ്മുടെ സാനിമി ഒബനായി പിന്നെ ആ ഡീമൺ സ്ലേഴ്സും എല്ലാം ആ ഡീമൻസിനെയൊക്കെ കൊല്ലുകയാണ്. വളരെയധികം സ്പീഡിൽ തന്നെ ആ ഡീമൻസിനെ എല്ലാവരെയും അവർ 4 പേരും കൂടി കൊല്ലുകയാണ്. ഇതേ സമയം തന്നെ ഒബനായി പറയുകയാണ്, ഇനി നിങ്ങൾ 2 പേരും ഇവിടുന്ന് പൊക്കോ, ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ ഡീമൺ സ്ലേഴ്സ് പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഒബനായി സാനിമിയോട് പറയുകയാണ്, ഇവിടെ നടക്കുന്നത് എന്തോ ഒരു കാര്യം ശരിയല്ല, ഇത്ര ഡീമൻസിനൊന്നും ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെന്ന്. ഇതൊക്കെ കേട്ടാ സാനിമിയും പറയുകയാണ്, ശരിയാണ് ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ആ ഡീമൻ പിടിച്ചുകൊണ്ട് പോയ ആ പെണ്ണിന്റെ സൗണ്ട് കേൾക്കുന്നത്. ഇത് കേട്ടുടനെ തന്നെ നമ്മുടെ ജനമിയാണെങ്കിൽ മേളിലോട്ട് അങ്ങ് ചാടുകയാണ്. നോക്കുന്ന സമയത്ത് അവിടെ ഒരു ലോഡ് ഡീമൻസ് നിൽക്കുകയാണ്. ഈ ഡീമൻസിനെ കണ്ടുടനെ തന്നെ നമ്മുടെ ജനമിയാണെങ്കിൽ വിൻഡ് ബ്രീത്തിങ് സെക്കൻഡ് ഫോം എന്ന് പറഞ്ഞിട്ട് ആ ഡീമൻസിനെയൊക്കെ അങ്ങ് ഇല്ലാതാക്കി കളയുകയാണ്. എന്നാൽ മറിഞ്ഞിരുന്ന ഡീമൻസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ സാനിമയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ സാനിമയുടെ പുറകിൽ നിന്ന് ഒബനായി ചാടി വരികയാണ്. സർപ്പർ ബ്രീത്തിങ് 5th ഫോം എന്ന് പറഞ്ഞ ആ ഡീമൻസിനെ എല്ലാത്തിനെയും കൊല്ലുകയാണ്. അത് വളരെ അടുത്തായിരുന്നെന്ന് നമ്മുടെ ഒബനായി പറയുകയാണ്, നിന്നോട് ആരാടാ പറഞ്ഞേ എന്നെ രക്ഷിക്കാനെന്ന് നമ്മുടെ സാനിമി. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ആ ഡീമന് മനസ്സിലാവുകയാണ്, ഇവര് സാധാരണ ഡീമൻ സ്ലേഴ്സ് ഒന്നുമില്ല, ഇവരാണ് പവർഫുൾ ആയിട്ടുള്ള ഹാഷറാസ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആ ഡീമൻ ഓടിപ്പോകുന്നത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ജനമി പറയുകയാണ്, ഹേ ഡീമൻ, നിന്റെ കയ്യിലിരിക്കുന്ന ആ പെണ്ണിനെ അതുപോലെ തന്നെ നിന്റെ തല ഇവിടെ വെച്ചിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ നിന്റെ തല ഞാനിങ്ങനെ എടുക്കുമെന്ന് പറയട്ടെ നമ്മുടെ സെനമി ആ ഡീമൻ്റെ അടുത്തോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. എന്നാൽ വേറെ കുറേ ഡീമൻസ് വന്നിട്ട് നമ്മുടെ സെനമി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ നമ്മുടെ സെനമി ആരാമോൻ എല്ലാ ഡീമൻസിനെ വളരെ ഈസി ആയിട്ട് തന്നെ കൊല്ലുകയാണ്. എന്നാൽ കുറച്ച് സമയം കിട്ടിയ ആ ഡീമൻ ആണെങ്കിൽ അതിന്റെ മണ്ടയ്ക്കൊന്ന് താരോട്ട് ചാടുകയാണ്. എന്നാൽ നമ്മുടെ സാനിമിയും ഒബനായും അവന്റെ പുറകെ തന്നെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ റൂഫ് ടോപ്പിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെയും ഒരുപാടധികം ഡീമൻസ്. ഈ ഡീമൻസ് ഒക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുവാണ് അവർ രണ്ടുപേരും. ആ പെണ്ണിനെ പോയി രക്ഷിക്കുക, ഇവരുടെ കാര്യമൊക്കെ ഞാൻ നോക്കിയോളാമെന്ന് ഒബനായി പറയുകയാണ്. 4th ഫോം എന്ന് പറഞ്ഞ് നമ്മുടെ ഒബനായി ആണെങ്കിൽ അവളുള്ള എല്ലാ ഡീമൻസിനെ അങ്ങ് കൊല്ലുകയാണ്. ആ ഡീമനെ ഫോളോ ചെയ്ത് പോയ നമ്മുടെ സെനമിനെയാണ് പിന്നെ കാണിക്കുന്നത്. നമ്മുടെ സെനമി ആ ഡീമന്റെ പുറകെ പോയി ഏതോ ഒരു സ്ഥലത്ത് എത്തുന്നു. അവിടെ വെച്ച് നമ്മുടെ സെനമി ആ ഡീമനോട് ചോദിക്കുവാണ്, നീ എന്താണ് വിചാരിച്ചത് ഈ സാധാരണ ഡീമനെയൊക്കെ വിട്ടാ ഞങ്ങളെ അങ്ങ് തോപ്പിക്കാൻ പറ്റുമെന്നു? ഇവിടെ വെച്ച് നിന്റെ തോൽവി അങ്ങ് സമ്മതിച്ചിരിക്ക്, നിനക്ക് അർഹിക്കുന്ന മരണം ഞാൻ തരാമെന്ന് നമ്മുടെ സെനമി പറയുകയാണ്. നോക്കുന്ന സമയത്ത് വീണ്ടും എടാ കുറെ ഡീമൻസ് നമ്മുടെ സെനമിയുടെ അടുത്തോട്ട് വരുന്നു. വിൻഡ് ബ്രീത്തിങ് 4th ഫോം എന്ന് പറഞ്ഞിട്ട് ആ ഡീമൻസിനെയൊക്കെ അങ്ങ് ഇല്ലാതാക്കി കളയുവാണ് നമ്മുടെ സെനമി. നോക്കുന്ന സമയത്ത് ആ ഡീമൻസിന്റെ ചോരമര തന്നെ അവിടെ ഉണ്ടാകുന്നു. ഇതേ സമയം തന്നെ ആ ഡീമൻ ചോദിക്കുവാണ്, നീ ഈ ലേഡിയല്ലേ ഫോളോ ചെയ്ത് വന്നേ, എന്നാൽ ഇവളെ എടുത്തോന്ന് പറഞ്ഞിട്ട് അതിന്റെ മണ്ടയ്ക്കൊന്ന് താരോട്ട് എടുക്കും. അങ്ങനെ അവിടെ നിന്ന് കയറി വന്നുകൊണ്ടിരുന്ന ഒബനായി ആണെങ്കിൽ ആ പെണ്ണിനെ അങ്ങ് രക്ഷിക്കുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ ആ ഡീമൻ ആ ടെമ്പിളിന്റെ അതിലോട്ട് ചാടുകയാണ്. ഇവർ രണ്ടുപേരും ഫോളോ ചെയ്ത് അവരും ആ ടെമ്പിളിന്റെ അതിലോട്ട് ചാടുകയാണ്. നോക്കുന്ന സമയത്ത് വളരെയധികം വിചിത്രമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് അവരിപ്പോൾ എത്തിയിരിക്കുന്നത്. രണ്ടുപേർക്കും ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. ഇത് ഏതാണ് സ്ഥലം എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് അവർ രണ്ടുപേരും. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ കൊന്നിട്ട് ഇവിടുന്ന് പോത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാനിമി പെട്ടെന്ന് ആ ഡീമന്റെ അടുത്തോട്ട് ചാടുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ആ സ്ഥലമൊക്കെ അങ്ങ് മാഞ്ഞു പോവുകയാണ്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാത്തെ ആ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ഇവിടെ എന്താണ് നടക്കുന്നത്, എനിക്കറിയത്തില്ല ഇവിടെ എന്താണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മറ്റൊരു സ്ഥലത്ത് മിഷനൊക്കെ കംപ്ലീറ്റ് വരുന്ന നമ്മുടെ കാനോനെയാണ് കാണിക്കുന്നത്. അവളാണെങ്കിൽ ബട്ടർഫ്ലൈ ഹൗസിലേക്ക് വരുമ്പോൾ അവിടുത്തെ 3 കുട്ടികളും അവരെ ക്ഷണിക്കുകയാണ്. ഉടനെ തന്നെ അവളാണെങ്കിൽ ഷിരിബുവിനെ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഷിരിബു അവളോട് പറയുകയാണ്, സോൾ സ്മിത്ത് വില്ലേജിൽ വെച്ച് നമുക്ക് 2 ഡീമൻസിനെ ഇല്ലാതാക്കാൻ സാധിച്ചു. സോ നമ്മൾ അതിന് നന്ദി പറയേണ്ടത് നമ്മുടെ താൻജറോടും അതുപോലെ തന്നെ നമ്മുടെ മിറ്റ്സൂരിയോടും അതുപോലെ തന്നെ നമ്മുടെ മുയിച്ചിറോയോടും ആണെന്ന്, പിന്നെ ബാക്കിയുള്ള കുറച്ച് പേരോടും. അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം, ഇപ്പോൾ നെസ്കോയ്ക്കാണെങ്കിൽ സൂര്യവട്ടത്തൂടെ നടക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൂസാൻ എപ്പോൾ വേണമെങ്കിലും
ആരെങ്കിലും ഇവളെ കൊണ്ടുപോകാൻ വേണ്ടി വരും. എന്തു വില കൊടുത്തിട്ടും നമ്മുടെ നെസ്കോനെ മൂസാൻ കൊണ്ടുപോകും. അതാണ് എൻ്റെ പേടി. അതുമാത്രമല്ല ഇപ്പം നീ അവളെ നോക്കിക്കോണം, ഞാനിപ്പം ഹാസ്ട്ര മീറ്റിങ്ങിന് വേണ്ടി പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷിനുബു പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ താൻജറോനെയും ഗോട്ടോനെയാണ്. നമ്മുടെ താൻജറോ ചോദിക്കുവാണ് അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. നമ്മുടെ ഗോട്ടോ പറയുകയാണ് അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവരവരുടെ വില്ലേജൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുവാണ്. അതുമാത്രമല്ല ആ ഡീമൻ്റെ അറ്റാക്ക് കഴിഞ്ഞാൽ പിന്നെ അവരുടെ വില്ലേജിലോട്ട് വേറെ ഡീമൻസ് ഒന്നും അറ്റാക്ക് ചെയ്തിട്ടില്ല. അഥവാ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ ഒന്നും കുഴപ്പമൊന്നുമില്ല. അവർക്ക് ആളുകളില്ലാത്ത ഒരുപാടധികം വില്ലേജ് വേറെ ഉണ്ടെന്ന് നമ്മുടെ ഗോട്ടോ പറയുകയാണ്. അതൊക്കെ പോട്ട് നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഈ 7 ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നതെന്ന്. ഇതേ സമയം തന്നെ നമ്മുടെ താൻജറോ പറയുകയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നോട് മിത്സൂരിയാണ് പറഞ്ഞത് നല്ലപോലെ ഫുഡ് കഴിച്ചാൽ മാത്രമേ എനിക്ക് നല്ല രീതിയിൽ പവർഫുൾ ആവാൻ സാധിക്കത്തുള്ളൂ. ഇന്നെ ഗോട്ടോ മനസ്സിൽ ചിന്തിക്കുകയാണ് അത് ശരിയാണ്, ഓരോ ദിവസം കഴിയുമ്പോഴും നീ അവനെ അത്രയും പവർഫുൾ ആകുകയാണ്. തീർച്ചയായിട്ട് 7 ദിവസം കഴിഞ്ഞിട്ടാണ് നിനക്ക് ബോധം വന്നത്. എന്നാൽ നമ്മുടെ മിത്സൂരിക്കും അതുപോലെ തന്നെ മുയിച്ചിറോയ്ക്കും 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ബോധം വന്നു എന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ടാ നമ്മുടെ താൻജറോ പറയാണ് അത് നല്ല കാര്യമല്ലോ. ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി, ഇപ്പം നിന്റെ അനിയത്തിക്ക് സൂര്യവട്ടത്തൂടെ നടക്കാൻ സാധിക്കുമല്ലേ? ഇതൊക്കെ കേട്ടാ നമ്മുടെ താൻജറോ പറയുകയാണ് അതെങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ അവൾക്ക് ഇപ്പോൾ സൂര്യവട്ടത്തൂടെ നടക്കാൻ പറ്റും. അവളിനി തിരിച്ച് മനുഷ്യരാകുവാണോ അതോ പൂർണ്ണമായിട്ട് ഒരു ഡീമൻ ആകുവാണോ എന്നൊന്നും അറിയത്തില്ല. അതുമാത്രമല്ല ഇവൾ എന്താണ് മനുഷ്യരെ ആക്രമിക്കാത്തെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ കുറച്ച് റിസർച്ചൊക്കെ ചെയ്ത് നോക്കിയതാണ്, പക്ഷെ അതൊന്നും നടന്നില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ലേഡി ഷിനുബു ആണോ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ചോദിക്കുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ താൻജറോ പറയാണ് ഷിനുബു അല്ല, എനിക്ക് ലേഡി തമായോ ആണ് പറഞ്ഞു തന്നെ. ലേഡി തമായോ അതാരാണെന്ന് പറയുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ താൻജറോ അത് ചുമച്ചിട്ട് ആ വിഷയം തന്നെ മാറ്റുവാണ്. കാരണം എന്ന് വെച്ചാൽ ലേഡി തമായോ ഒരു ഡീമനാണ്, അതുകൊണ്ട് തന്നെ അവരെ കുറിച്ചൊന്നും ഇവിടെ പറയാൻ സാധിക്കത്തില്ലെന്ന് പറയുകയാണ്. നെസ്കോയ്ക്ക് സൂര്യവട്ടത്തൂടെ നടക്കാവുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ തന്നെ ഒരു ഹാസ്ര മീറ്റിംഗ് തന്നെ നടക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ഹാസ്രാസ് എല്ലാം കൂടെ മീറ്റിങ്ങിന് വേണ്ടി ഇരിക്കുന്നതാണ്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ജനമി മിത്സൂരിയോട് ചോദിക്കുവാണ് എങ്ങനെ ഉണ്ടായിരുന്നു ആ അപ്പർ മൂണുമായിട്ടുള്ള ഫൈറ്റ്. നല്ല ഫൈറ്റ് തന്നെയായിരുന്നു, ഞങ്ങളുടെ ഫുൾ പവർ അതിൽ കൊടുക്കേണ്ടി വന്നു എന്ന് പറയുകയാണ്. നമ്മുടെ മുയിച്ചിറോട് ചോദിക്കുവാണ് ശരിയല്ലേ മുയിച്ചിറോ? നമ്മുടെ മുയിച്ചിറോ പറയാണ് ശരിയാണെന്ന്, ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിനി എനിക്കും ഒരു അപ്പർ മൂണിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യണമെന്ന് പറയുകയാണ് നമ്മുടെ ജനമി. എന്നാൽ ഇതൊക്കെ കേട്ടാ നമ്മുടെ ഒബനായി ചോദിക്കുവാണ് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ആ ഫൈറ്റിന് ശേഷം? ഇതേ സമയം തന്നെ മിത്സൂരി പറയുകയാണ് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഫുൾ ഹെൽത്തി ആണ്. എന്തിനാ എന്നെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഇവൻ എന്നെയും ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിച്ചിരിക്കുവാണ് നമ്മുടെ മിത്സൂരി. വലിയ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല, എന്നാലും എനിക്ക് 100% ഒന്നും റിക്കവർ ആയിട്ടില്ലെന്ന് നമ്മുടെ മുയിച്ചിറോ അവരോട് പറയുകയാണ്. ഇതൊക്കെ കേട്ടാ നമ്മുടെ സ്റ്റോൺ ഹാഷറ പറയുകയാണ് ഇനിയും ഒരു ഹാഷറനെ കൂടെ നഷ്ടപ്പെട്ടായിരുന്നെങ്കിൽ അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നേനെ. പക്ഷെ നിങ്ങളാണെങ്കിൽ 2 അപ്പർ മൂൺ ഡീമൻസിനെയാണ് കൊന്നിട്ട് വന്നിട്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതൊരു വലിയ കാര്യമാണെന്ന് പറയുകയാണ് നമ്മുടെ സ്റ്റോൺ ഹാഷർ. എന്നാൽ ഇതേ സമയം തന്നെ മാസ്റ്ററിന്റെ ഭാര്യയായിട്ടുള്ള അമാനു അങ്ങോട്ട് വരുന്നത് എനിക്ക് വേണ്ടി ഇത്ര നേരം കാത്തിരുന്നതിന് നന്ദിയെന്ന് അവർ പറയുകയാണ്. മുതൽ മാസ്റ്ററിന് പകരം മീറ്റിംഗ് ഒക്കെ നടത്താൻ പോകുന്നത് ഞാനായിരിക്കും. മാസ്റ്ററിന്റെ ആരോഗ്യനില വളരെയധികം ഗുരുതരമാണ്, അതുകൊണ്ട് തന്നെ മാസ്റ്ററിന് ഇനി ഒരിക്കലും നിങ്ങളെ കാണാൻ സാധിക്കത്തില്ല, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് തല കുനിച്ച് കാണിക്കുവാണ്. എല്ലാവരും ഇത് കണ്ട് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ സ്റ്റോൺ ഹാഷർ പറയുകയാണ് ലേഡിയമായ ഞങ്ങൾക്ക് അതൊക്കെ മനസ്സിലായി, ഞാൻ നമ്മുടെ മാസ്റ്ററിന്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുകയാണ്. എന്നിട്ട് ലേഡിയമായോ പറയുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ഇപ്പം നമ്മുടെ കൂടെ ഉള്ള ഒരു ഡീമൻ ആണെങ്കിൽ സൂര്യവട്ടത്തൂടെ നടക്കാൻ സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം മൂസാനാണെങ്കിൽ ആ ഡീമനെ എന്ത് വില കൊടുക്കും പിടിക്കാൻ വരും. കാരണം അവൻ്റെ ആഗ്രഹവും അവൻ ഈ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും അവനും സൂര്യവട്ടത്തൂടെ നടക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ വലിയൊരു യുദ്ധം തന്നെ ഉണ്ടാകുമെന്ന് പറയുകയാണ് ലേഡിയമ്മ. മാത്രമല്ല ഞാൻ വേറൊരു കാര്യം കൂടെ അറിഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ഫൈറ്റിലാണെങ്കിൽ നമ്മുടെ മുയിച്ചിറോയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ മിത്സൂരിക്കും എന്തോ തരത്തിലുള്ള ഒരു മാർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് പറഞ്ഞാൽ സെങ്കോക്കോ പീരീഡ് അഥവാ മൂസാനെ കൊല്ലാറായിട്ടുള്ള പീരീഡ്. അതാത്തെ സമയത്താണ് ഈ ഷോട്ട്സ്മാൻസ് ഒക്കെ ബ്രീത്തിങ് സ്റ്റൈലൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങിയത്. എല്ലാവർക്കും ഏകദേശം ഇങ്ങനത്തെ ഒരു മാർക്കിംഗ് ഉണ്ട്. ഇതൊക്കെ കേട്ട് നമ്മുടെ ജനമി ചോദിക്കുകയാണ് ഇങ്ങനത്തെ ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, അതുമാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ എന്തിനാണ് നിങ്ങൾ സീക്രട്ടായിട്ട് വെച്ചിട്ടുള്ളത്? ഇതേ സമയം തന്നെ ലേഡി പറയുകയാണ് ഈ കാര്യങ്ങളൊന്നും സീക്രട്ടായിട്ട് വെച്ചതല്ല, ഈ പിന്നെ വന്ന ഡീമൺ സ്ലേയേഴ്സ് ഒന്നും ഇങ്ങനത്തെ മാർക്കിംഗ് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് പറയുകയാണ് നമ്മുടെ ലേഡി. മാർക്കിങ്ങിനെ കുറിച്ചുള്ള വലിയ ഇൻഫർമേഷൻ ഒന്നും നമ്മുടെ കയ്യിലില്ല, വളരെയധികം കുറച്ച് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല ഈ മാർക്കിങ് ഒരാൾക്ക് വന്നാൽ ആ ആളുടെ ചുറ്റുമുള്ള ബാക്കി എല്ലാവർക്കും വരുമെന്നാണ്. അതുമാത്രമല്ല ആദ്യമായിട്ട് ഈ മാർക്കിങ് വരുന്നത് ഒരു ഹാഷ്ട്രാഗൊന്നുമല്ല, ഒരു സാധാരണ ഡീമൺ സ്ലെയറിനാണ് നമ്മുടെ താൻജറോയ്ക്ക്. അത് എങ്ങനെയാണ് വന്നതെന്ന് അവന് പോലും അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2 ഹാഷ്ട്രാസിനും ഈ മാർക്കിങ് വന്നിട്ടുണ്ട്, മിത്സൂരി അതുപോലെ തന്നെ മുയിച്ചിറോ. ഈ മാർക്കിങ് എങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾക്കൊന്ന് വിശദീകരിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ് നമ്മുടെ അമ്മ. ഇതൊക്കെ കേട്ടാ നമ്മുടെ മിത്സൂരി പറയുകയാണ് ഞാൻ പറയാം എനിക്ക് നല്ല രീതിയിൽ ഓർമ്മയുണ്ടെന്ന്. ആ മാർക്ക് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ശരീരമൊക്കെ ലൈറ്റ് വെയിറ്റ് പോലാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ വളരെയധികം സ്പീഡിൽ ബടബടപടാന്ന് അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതുമാത്രമല്ല ഞാൻ വാള് വീശുന്ന സമയത്ത് എനിക്ക് ആ വാളിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാമായിരുന്നെന്ന് പറഞ്ഞ് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മിത്സൂരി. കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എല്ലാവരും നമ്മുടെ മിത്സൂരിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ആർക്കും മനസ്സിലായി
മനസ്സിലായില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ സോറി ചോദിക്കുകയാണ്. പറയുന്നത് നമ്മുടെ മുയിച്ചിറോ ആണ്. കഴിഞ്ഞ ഫൈറ്റിലാണെങ്കിൽ എന്നെ ഒരു പോയിസണുള്ള ഒരു വാട്ടറിൽ പെടുത്തി. അവിടെ വെച്ച് ഞാൻ എൻ്റെ ബ്രീത്തിങ് ടെക്നിക്കൊക്കെ യൂസ് ചെയ്തിട്ട് ആ പോയിസൺ എൻ്റെ ശരീരത്തിൽ കയറാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു. ഇതേ സമയമായിരുന്നു ഒരു കുട്ടി സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചത്. ഇതേ സമയം തന്നെ എൻ്റെ പഴയകാലത്തുള്ള ഓർമ്മകളൊക്കെ എനിക്ക് തിരിച്ചു വന്നു. കണ്ടപ്പോഴത്തേന് എനിക്ക് വളരെയധികം ദേഷ്യം വന്നു. അതേ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റിൽ 200 തവണയെങ്കിലും എൻ്റെ ഹാർട്ട് ഇടിച്ചു കാണും. അതുമാത്രമല്ല എൻ്റെ ബോഡി ടെമ്പറേച്ചർ വളരെയധികം കൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പണ്ട് എനിക്ക് പനി വന്ന സമയത്തുള്ളതുപോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ടെമ്പറേച്ചർ. കേട്ട് നമ്മുടെ സെനമി ചോദിക്കുകയാണ്, ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണോ നീ ഉദാഹരണമായിട്ടൊക്കെ പറയുന്നത്? സിമ്പിളായിട്ട് കാണുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് തോന്നുകയുള്ളെന്ന് നമ്മുടെ ജിയോ പറയുകയാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ സെനമിക്ക് വളരെ രീതിയിൽ ദേഷ്യം വരുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ മിത്സുരി ചോദിക്കുവാണ്, എല്ലാ ഹാഷ്റാസിന്റെ ലക്ഷ്യവും ഇനി ആ മാർക്കിംഗ് വരുത്താനാണോ എന്ന്. ഇതേ സമയം തന്നെ ലേഡി അമ്മയോ പറയുകയാണ്, അതിനുവേണ്ടി ഒരു ട്രെയിനിങ് നടത്തുന്ന കാര്യമാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാനിരിക്കുന്നത്. അവരുള്ളിലും ഈ മാർക്കിംഗ് ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ എങ്ങനെങ്കിലും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവുകയാണ്. മാർക്കിംഗ് ഇല്ലാത്തവർ എങ്ങനെയാണ് മാർക്കിംഗ് വരുന്നതെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് മറ്റുള്ള ആശ്രാസ്. ലേഡി അമ്മ ഇവിടുന്ന് പോയില്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് പോകുക എന്ന് പറഞ്ഞ് നമ്മുടെ ജിയോ അവിടെ നിന്ന് എഴുതേക്കുവാണ്. ഇതൊക്കെ കണ്ട നമ്മുടെ സനമി പറയുകയാണ്, എടാ ജിയോ അവിടെ ഇരിക്കുക, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ ജിയോ പറയുകയാണ്, അത് നിങ്ങൾ 6 പേരും കൂടെ അങ്ങ് തീരുമാനിച്ചാൽ പറയും. ഇതേ സമയം തന്നെ ഒബനായി ചോദിക്കുവാണ്, നീ എന്താണ് പറഞ്ഞു വരുന്നത്? നീ ഒരു ഹാഷ് എന്നുള്ള കാര്യം നീ മറന്നു പോകണ്ട. അതുമാത്രമല്ല നീ എന്തുവാ ഒറ്റയ്ക്ക് ഇരുന്ന് ട്രെയിൻ ചെയ്യാൻ പോവാണോ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ ഇതിനൊന്നും മറുപടി കൊടുക്കാതെ നമ്മുടെ ജിയോ അവിടെ നിന്ന് പോവുകയാണ്. തിരിച്ചു വാ എന്ന് പറയുകയാണ് നമ്മുടെ സെനമി. ഇതേ സമയം തന്നെ നമ്മുടെ ചിടുവ് പറയുകയാണ്, നിനക്ക് അങ്ങനെയൊന്നും ഇറങ്ങി പോകാൻ പറ്റത്തില്ല, നിനക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുവാണ് നമ്മുടെ ചിടുവ്. കേട്ടാ നമ്മുടെ ജിയോ പറയുകയാണ്, എനിക്ക് നിങ്ങളോട് ഇരിക്കാൻ താല്പര്യമൊന്നുമില്ല, ഞാൻ നിങ്ങളെപ്പോലൊന്നും അല്ലെന്ന് പറയുകയാണ്. ഹേ ജിയോ, നീ പറഞ്ഞത് ശരിയായിട്ടില്ല. നീയാണ് വിചാരിച്ചിരിക്കുന്നത് നിന്നെക്കാട്ടിൽ ഒരുപാടധികം താരയാണോ ഞങ്ങളെന്നാണോ? നീ ഇത് ഒരുപാട് തവണ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് നമ്മുടെ സെന. ഇവിടെ ഒരു ഫൈറ്റ് ഉണ്ടാവേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ മിത്സുരി അത് തടയാൻ ശ്രമിക്കുകയാണ്. ഇതേ സമയം തന്നെ ഒന്നും പറയാതെ നമ്മുടെ ജിയോ അതുവഴി നടന്നു പോവുകയാണ്. ഇതൊക്കെ കണ്ട നമ്മുടെ സെനമി പറയുകയാണ്, നീ എന്തെങ്കിലും പറഞ്ഞിട്ട് പോടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിയോന്റെ അടുത്തോട്ട് ഓടുകയാണ്. ഇതൊക്കെ കണ്ട് ദേഷ്യം വന്ന സ്റ്റോൺ ഹാഷറ അവിടെ വെച്ച് കയ്യം കൂട്ടുകയാണ്. കൂട്ടുന്ന സമയത്ത് അവിടെയുള്ള എല്ലാവരും വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ഭൂമി കുലുക്കം പോലെ വരികയാണ്. എന്നിട്ട് സ്റ്റോൺ ഹാഷറ പറയുകയാണ്, അവിടെ ഇരിക്കുക, ഇതുവരെ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുള്ളത്. സ്റ്റോൺ ഹാഷറ പറയുകയാണ്. ഒരുപാടധികം ഫുഡ് കൊടുക്കുകയാണ് നമ്മുടെ കോറ്റോ. ഇതേ സമയം തന്നെ അവൻ ചോദിക്കുകയാണ്, ഇവിടെയുള്ള ആളുകളൊക്കെ എന്തി, ആ 3 കുട്ടികളൊക്കെ എന്ത് ചെയ്ത് ചോദിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ താഞ്ചറ പറയുകയാണ്, ഇവിടെ ഇപ്പം ഹാഷ്റാസ് ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടെ ചേർന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നെസ്കോന്റെ കൂടെ. നെസ്കോ ഇപ്പം സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് നന്നായി തന്നെ നമ്മുടെ കോട്ടോ പറയുവാണ്. അത് നല്ലൊരു കാര്യമാണ്, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ആ മഞ്ഞ മുടിക്കാരൻ വന്നാൽ എല്ലാം കുളവാകും. എന്നാൽ ഇതേ സമയം തന്നെയായിരുന്നു ആ മഞ്ഞ മുടിക്കാരൻ അങ്ങോട്ട് വരുന്നത്. അവന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് വരുന്ന വഴിക്ക് തന്നെ അവന്റെ തലയിലോട്ട് ഏതാണ്ട് ഒരു കളിപ്പാട്ടം പോലത്തെ ഏതാണ്ട് ഒരു സാധനം. ഇതേ സമയം തന്നെ ആ കളിപ്പാട്ടം എടുക്കാൻ വന്ന ആ 3 കുട്ടികളിൽ ഒരു കുട്ടി കാണുകയാണ് നമ്മുടെ സെനിച്ചുവിനെ. ഇതേ സമയം തന്നെ ബാക്കിയുള്ള 2 പേരെയും കൂടി ഇങ്ങോട്ട് വിളിക്കുകയാണ്. അങ്ങനെ സെനിച്ചുവിന്റെ അടുത്തോട്ട് അവർ 3 പേരും കൂടെ ചെല്ലുകയാണ്. ആ 3 കുട്ടികൾ വരുന്നത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ സെനിച്ചു പറയുകയാണ്, നിങ്ങൾ 3 പേരും എനിക്ക് വേണ്ടിയാണോ ഇവിടെ കാത്തിരിക്കുന്നത്? നിങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. എനിക്കറിയാം നിങ്ങൾ ഒരുപാട് എന്നെ മിസ് ചെയ്തെന്ന്. നിങ്ങൾക്കറിയാവോ, ഈ മിഷനിലാണെങ്കിൽ ഞാൻ മരിക്കേണ്ടതായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, നിങ്ങൾ എന്റെ കാര്യം ഓർത്ത് വിഷമിക്കുമല്ലോ എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ ഫുൾ ടെക്നിക്ക് യൂസ് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഇവിടെ ഞാനില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം സങ്കടമായി കാണുമെന്ന് പറയുകയാണ് നമ്മുടെ സെനിച്ചു. ഇതേ സമയം തന്നെ ആ കുട്ടികളിൽ ഒരാൾ പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല, പക്ഷെ നിങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന്. എന്നാൽ ഇതേ സമയത്തായിരുന്നു അങ്ങോട്ട് ആവി വരുന്നത്. നമ്മുടെ സെനിച്ചു ആവിയോട് പറയുകയാണ്, നിങ്ങൾ എന്നെ മിസ് ചെയ്ത് കാണുമല്ലേ മിസ്സസ് ആവി എന്ന് പറയുകയാണ്. അതൊന്നും കുഴപ്പമില്ല, ഞാനിപ്പോൾ ഇവിടെ വന്നല്ലോ എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് അവിടെ നെസ്കോ വന്നിട്ട് ഇങ്ങനെ ഒത്തി നോക്കുന്നത്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ സെനിച്ചു നമ്മുടെ നെസ്കോനെ കാണുകയാണ്. നെസ്കോനെ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ സെനിച്ചു അങ്ങ് അലറി വിളിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെൽക്കം ടു ഹോം എന്ന് പറയുകയാണ് നമ്മുടെ നെസ്കോ. ഇതൊക്കെ കേട്ടോടെ തന്നെ നമ്മുടെ സെനിച്ചു ഇല്ലാതായി പോവുകയാണ്. എന്നിട്ട് ഓടി വന്നിട്ട് നമ്മുടെ നെസ്കോന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയുകയാണ്, നെസ്കോ നീ 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 സംസാരിച്ചു, നീ ഇതൊക്കെ എനിക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്? ഇതൊക്കെ അർത്ഥം എന്തുവാ? നീ എനിക്ക് വേണ്ടി സംസാരിക്കാൻ പഠിച്ചു അല്ലേ? എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കല്യാണം കഴിക്കാൻ പോവാന്ന് പറയുകയാണ് നമ്മുടെ സെനിച്ചു. നീ ഞാൻ ആദ്യമായിട്ട് ചന്ദ്രന്റെ വെട്ടത്തിൽ കണ്ടപ്പോൾ നിന്നെ കാണാൻ വളരെയധികം സൗന്ദര്യം ഉണ്ടായിരുന്നു, പക്ഷെ അതിനെക്കാട്ടി സൗന്ദര്യമുണ്ട് നിന്നെ സൂര്യവെട്ടത്തിൽ കാണാൻ എന്ന് പറഞ്ഞുകൊണ്ട് അലച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിച്ചു. അതുമാത്രമല്ല, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നിനക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരാം, നീ ആ കാര്യങ്ങളൊന്നും ഓർത്ത് പേടിക്കേണ്ട എന്ന് പറയുകയാണ് നമ്മുടെ സെനിച്ചു. വളരെയധികം സന്തോഷത്തിൽ നമ്മുടെ സെനിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ നെസ്കോ പറയുകയാണ്, ഇനുസുക്കെ വെൽക്കം ടു ഹോം. എന്താണ് നീ പറഞ്ഞത്?
ഇനൂസുക്കെ വെൽക്കം ടു ഹോം എന്ന് പറഞ്ഞ് നമ്മുടെ സെനിറ്റ്സുവിനോട് പറയുകയാണ്. ഇതൊക്കെ കണ്ട് വളരെയധികം കലി കയറുവാണ് നമ്മുടെ സെനിറ്റ്സുവിന്. എന്തിയവൻ, എനിക്കിപ്പോൾ അവനെ കൊല്ലണമെന്ന് പറയാണ് നമ്മുടെ സെനിറ്റ്സ്. നമ്മുടെ താൻജിറോയോട് ഗോട്ടോ ചോദിക്കുകയാണ്, എന്തി ആ പന്നിത്തലേൻ രാവിലെ ഇതുവരെ കറങ്ങി നടക്കുന്നത് കണ്ടു, പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല, രാവിലെ എന്തോ നെസ്കോയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് നമ്മുടെ താൻജിറോയോട് ഗോട്ടോ പറയുന്നു. അവൻ എന്ത് പഠിപ്പിച്ചു കൊടുക്കാൻ? ഇപ്പോഴാണ് നമ്മുടെ ഇനോസ്കി നമ്മുടെ നെസ്കോനെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം കാണിക്കുന്നത്. ഇനോസുക്കെ എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കേട്ട് നമ്മുടെ നെസ്കോ പറയാണ് ഇനൂഫുക്കെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിറ്റ്സു. ഒന്നും അല്ലടി ബിഗ് ബോസ് ഇനൂസുക്കെ, ബിഗ് ബോ ഇനൂഫുക്കെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ഹാഗ്നോസിക്ക വരുന്നത്. ഹാഗ്നോസിക്കിനെ കണ്ടുടനെ തന്നെ നമ്മുടെ താൻജിറോ ചോദിക്കുവാണ്, ഹേ ഹാഗ്നോസിക്ക എങ്ങനെയുണ്ട്, നിങ്ങളുടെ മുറിവൊക്കെ കുറവുണ്ടോ, ഉണങ്ങിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ അതിനൊന്നും മറുപടി പറയാതെ നമ്മുടെ ഹാഗ്നോസിക്കാണെങ്കിൽ അവൻ നേരത്തെ പോളിഷ് ചെയ്യാൻ കൊടുത്ത ആ വാള് കൊണ്ട് താൻജിറോയ്ക്ക് കൊടുക്കുകയാണ്. കട്ടാരെ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ താൻജിറോയ്ക്ക് ഒരുപാടധികം സന്തോഷമാവുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ ഹാഗ്നോസിക്ക പറയുകയാണ്, ഒട്ടസുവിനെ പ്രൊട്ടക്ട് ചെയ്തതിന് ഒരുപാടധികം നന്ദിയുണ്ടെന്ന്. അങ്ങനെ താൻജിറോ വാളെടുത്ത് നോക്കാൻ നേരത്തെ എന്തോ വിചിത്രമായിട്ട് തോന്നുകയാണ്. ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈ ക്വാളിറ്റി സ്റ്റീൽ യൂസ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ ഈ കട്ടാന ഉണ്ടാക്കിയ സോർട്ട് സ്മിത്ത് ഒരു ചില്ലറക്കാരനൊന്നുമല്ല, അത്യാവശ്യം പവറൊക്കെ ഉള്ള ഒരു സോർട്ട് സ്മിത്ത് തന്നെ ആയിരിക്കുമെന്ന് നമ്മുടെ ഹാഗ്നോസിക്ക പറയുകയാണ്. ഇതേ സമയമായിരുന്നു നമ്മുടെ താൻജിറോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ആ വാളിൽ ഡിസ്ട്രോയ് എന്ന് എഴുതിയിരിക്കുന്നത് ഈ സോഡ് ഉണ്ടാക്കിയ സോർട്ട് സ്മിത്ത് ആണെങ്കിൽ എല്ലാ ഡീമൻസിനെ കൊല്ലണമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ അതിൽ ഡിസ്ട്രോയ് എന്ന് എഴുതി, സ്വന്തം പേരെഴുതാതെ അത് ഡിസ്ട്രോയ്. സാധാരണ ഡിസ്ട്രോയ് എന്നൊക്കെ എഴുതുന്നത് ഹാഷ്റാസിന്റെ കട്ടാണുകളിലാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ താൻജിറോ ഒക്കെ ഞെട്ടുകയാണ്. ഓ നോ, ഇതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു, ഇത് ഇത്രയധികം വിലയൊക്കെയുള്ള വാളായിരുന്നു, ഞാനൊന്ന് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ഞാൻ കണ്ടില്ലല്ലോ എന്ന് നമ്മുടെ താൻജിറോ ചോദിക്കുവാണ്. നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞതല്ലേ ആ വാളിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ പോലും ഞാൻ തീർത്തിട്ടില്ലെന്ന്, അതൊന്നും നിങ്ങൾ കേൾക്കാതെ അതെടുത്ത് യൂസ് ചെയ്തു, ഞാൻ അതിന്റെ തുരുമ്പ് പോലും മര്യാദയ്ക്ക് കളഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് നിന്നെ കൊല്ലണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻജിറോയുടെ മൂക്കിലൊക്കെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുക. ടീമിനെ അറ്റാക്ക് ചെയ്തത് പിന്നെ എന്റെ പുറകിലുള്ള മുറിവ് ഇതുവരെ മാറിയിട്ടില്ല. കാരണമാ എനിക്ക് ഈ വാൾ തുടക്കം തൊട്ട് പോളിഷ് ചെയ്യേണ്ടി വന്നത്, അതുകൊണ്ട് തന്നെ ഞാനിത് നിന്നോട് ചോദിച്ചിരിക്കും, ഞാൻ ഇതിന് നിനക്ക് പ്രതികാരം ചെയ്തിരിക്കും എന്ന് പറയുകയാണ് നമ്മുടെ ഹാഗ്നോസ്. ഇതൊക്കെ കേട്ട് ഗോട്ടോ പറയുകയാണ്, നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, താൻജിറോയ്ക്ക് ഇപ്പം അതിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റത്തില്ല, നിങ്ങളെക്കാട്ടി ഒരുപാടധികം മുറിവ് താൻജിറോയ്ക്കുണ്ട്. ഇതൊക്കെ കേട്ട് നമ്മുടെ ഹാഗ്നോസിക്ക പറയുകയാണ്, എന്നാൽ താൻജിറോ നീ ഒരു കാര്യം കേട്ടോ, നീ മരിക്കുന്നിടം വരെ എനിക്ക് എല്ലാ ദിവസവും റൈറ്റ് ഡെഫിനിച്ച് കൊടുത്തരണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹാഗ്നോസിക്ക അവിടെ നിന്ന് പോവുകയാണ്. പോലൊന്നുമല്ല നമ്മുടെ ഹാഗ്നോസിക്ക ചെറുതായിട്ട് ദേഷ്യമൊക്കെ കുറഞ്ഞിട്ടുണ്ട്, കാരണം മുറിവൊക്കെ അല്ലേ അതിന്റെ വേദന കാണുമെന്ന് പറയുകയാണ് നമ്മുടെ താൻജിറോ. ഇപ്പോഴാണ് നമ്മുടെ താൻജിറോ അവിടെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുന്ന ഗെന്നിയെ കാണുന്നത്. നിന്റെയൊക്കെ വായൊന്ന് അടച്ചു വെക്കാൻ പറ്റുമോ, ഞാൻ ഇവിടെ കുറെ നേരം കൊണ്ട് നിന്റെ സഹിച്ചോണ്ടിരിക്കുക, ഒന്നും മിണ്ടായിരിക്കാൻ പറ്റുമോ എന്ന് ഗെന്നിയെ ചോദിക്കുക. ഞാൻ നിന്നെ കണ്ടില്ല, ഞാൻ ഇനി സൗണ്ട് ഉണ്ടാക്കത്തില്ലെന്ന് പറയുന്ന സമയത്തായിരുന്നു അവിടുത്തെ ജനലൊക്കെ പൊളിച്ചുകൊണ്ട് നമ്മുടെ ഇനോസ്കി ചാടി മറിഞ്ഞു വരുന്നത്. അവിടെ കിടന്ന് ചുമ്മാ അലച്ചുകൊണ്ടിരിക്കുവാണ്. ഇതിലും ഭേദം താൻജിറോ തന്നെയായിരുന്നെന്ന് നമ്മുടെ ഗെന്നിയെ പറയുകയാണ്. ട്രെയിനിങ് ഗ്രൂപ്പ് സ്ട്രെങ്ത് ട്രെയിനിങ് തുടങ്ങാൻ പോവുകയാണ്. ഗ്രൂപ്പ് സ്ട്രെങ്ത് ട്രെയിനിങ്ങോ, അതെന്താണെന്ന് നമ്മുടെ താൻജിറോ ചോദിക്കുന്നു. അതിനെ കുറിച്ചൊന്നും നിനക്ക് അറിയത്തില്ലേ, ഒരുപാടധികം പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമുക്ക് ട്രെയിനിങ് തരും, ഇത്രയും മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ, അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്, വേറെ കാര്യമൊന്നും നീ എന്നോട് ചോദിക്കില്ലെന്ന് പറയുകയാണ് നമ്മുടെ പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഗ്രൂപ്പ് സ്ട്രെങ്ത് ട്രെയിനിങ്ങിനെ കുറിച്ച് ഓരോന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാഷ്റാസിനെയാണ്. ഇതേ സമയത്ത് തന്നെ ചോദിക്കുകയാണ്, ട്രെയിനിങ് ഒക്കെ തുടങ്ങുന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇത് എപ്പോഴാണ് തുടങ്ങുന്നത്, ഇത് എപ്പോഴാണ് നിർത്തുന്നത്? നമ്മൾ ഈ ട്രെയിനിങ് 3 ദിവസത്തിനുള്ളിൽ തുടങ്ങും, കാരണം മൂസാൻ കിബിക്സുജിയുടെ പ്ലാൻ എന്തുവാന്ന് നമുക്ക് ഇതുവരെ അറിയത്തില്ല. എപ്പോൾ വേണമെങ്കിലും നെസ്കോനെ കൊണ്ടുപോകാൻ മൂസാൻ വരും, അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ആക്രമണം ഉണ്ടായാൽ ഹാഷ്റാസ് ആയിട്ടുള്ള നമുക്ക് തടഞ്ഞാൻ പറ്റുമെന്ന് വരില്ല. സമയം കിട്ടിയാൽ പോലും നമുക്ക് എല്ലാ ഡീമൺ സ്ലേയേഴ്സിൽ നിന്നും ട്രെയിനിങ് കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് സുഗുക്കൂസിന് മാത്രം ട്രെയിനിങ് കൊടുക്കാമെന്ന് പറയുകയാണ്. സുഗുക്കോസ് എന്ന് വെച്ചാൽ ഹാഷ്റാസുമായിട്ട് അടുത്തിടയ്ക്ക് ഡീമൺ സ്ലേയേഴ്സിനെയാണ് പറയുന്നത്. അതിലാണ് നമ്മുടെ താൻജിറോ സെനിറ്റ്സു ഇനോസ്കി ഒക്കെ പെടുന്നത്. ഹാഷ്റാസ് ആയിട്ടുള്ള നമ്മളാണോ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്? റിട്ടയർ ആയിട്ടുള്ള ഹാഷ്റാസിനോടും ഞാൻ ഹെൽപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ സ്റ്റോൺ ഹാഷ്റാ. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നീട് ആ ട്രെയിനിങ്ങിനെ കുറിച്ച് താൻജിറോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെനിറ്റ്സുവിനെയാണ് നമ്മൾ കാണുന്നത്. ഒരു മിഷൻ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, വന്നപ്പോൾ തന്നെ ട്രെയിനിങ്ങോ, എന്റെ ദൈവമേ നീ അതിന് പോകുന്നുണ്ടോന്ന് നമ്മുടെ താൻജിറോ ചോദിക്കുകയാണ്. എല്ലാ ഹാഷ്റാസും ഡീമൺ സ്ലേയേഴ്സിനെ ട്രെയിൻ ചെയ്യും, അതാണ് ഈ ട്രെയിനിങ് എന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ടാ നമ്മുടെ താൻജിറോ പറയുവാണ്, അതൊരു നല്ല കാര്യമാണല്ലോ. എന്ത് നല്ല കാര്യം, നമ്മൾ ഇത്രയും നാളും ഒരുപാടധികം ട്രെയിനൊക്കെ ചെയ്തിട്ടല്ലേ നമ്മൾ ഇതുവരെ വന്നിരിക്കുന്നത്, പിന്നെ എന്തിനാണ് നമുക്ക് വീണ്ടും ട്രെയിനിങ്? എന്താണ് സെനിറ്റ്സു, നല്ല ഹാഷ്റാസ് ഒക്കെ ട്രെയിൻ ചെയ്യാൻ വരുമ്പോൾ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്താടാ പറയുന്നത്, നിന്റെ തലമണ്ട അടിച്ച് പൊളിക്കും, നീ വരത്തില്ലല്ലോ, ഞങ്ങളല്ലേ കഷ്ടപ്പെട്ട് ട്രെയിൻ ചെയ്യേണ്ടി, ഞങ്ങൾ വേണ്ട ഒറ്റയ്ക്ക് ട്രെയിൻ ചെയ്യാനെന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻജിറോയുടെ തലയിൽ കയറി കടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിറ്റ്സും. വേണ്ട ഒരു തേങ്ങയും വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് നമ്മുടെ സെനിറ്റ്സു. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി, അപ്പർ മൂൺ 4ന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വളരെയധികം സ്പീഡിൽ മൂവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അന്ന് നീ തണ്ടർ ബ്രീത്തിങ്ങിനെ കുറിച്ച് പറഞ്ഞതാണ്, അതുകൊണ്ട് മാത്രമാണ് എനിക്ക് അപ്പർ മൂൺ 4നെ കൊല്ലാൻ പറ്റിയത്, വളരെയധികം നന്ദിയുണ്ട് സെനിറ്റ്സു എന്ന് പറയുകയാണ് നമ്മുടെ. അതുകൊണ്ട് തന്നെ നമ്മളെ ഹാഷ്റാസ് ട്രെയിൻ ചെയ്യാതെ അത് നമുക്ക്
ഭാവിയിൽ ഉപകാരപ്പെടും, ഒന്നും വെറുതെ ആവില്ല സെനിറ്റ്സു എന്ന് പറയുകയാണ് നമ്മുടെ താൻജറോ. കാരണമാണ് താൻജറോയ്ക്ക് അപ്പർ മൂൺ 4-നെ കൊല്ലാൻ പറ്റിയെന്ന് കേട്ട നമ്മുടെ സെനിറ്റ്സുവിന് വളരെയധികം സന്തോഷം വരികയാണ്. എന്താണ് താൻജറോ എന്നെ ഇങ്ങനെ പുകഴ്ത്തല്ലേ, എനിക്ക് തോന്നുന്നു അവരെനിക്ക് വേണ്ടി കാത്തിരിക്കുമായിരിക്കും, ട്രെയിനിങ് തുടങ്ങാനുള്ള സമയമായെന്ന് പറഞ്ഞ് ടാറ്റ ബാബയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സെനിറ്റ്സു അവിടെ നിന്ന് പോവുകയാണ്. നമ്മൾ കാണിക്കുന്നത് ഡീമൺ സ്ലേയേഴ്സിനെയൊക്കെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന റിട്ടയർ ആയിട്ടുള്ള ടെങ്കനെയാണ്. ഹാസ്രാസിന്നൊക്കെ റിട്ടയർ ആയി നിൽക്കുകയാണ് നമ്മുടെ ടെങ്കൻ. പോലും ടെങ്കനാണെങ്കിൽ ഡീമൺ സ്ലേയേഴ്സിനൊക്കെ ട്രെയിനിങ് ചെയ്യുകയാണ്. എന്തുവാണ് ഈ കാണിക്കുന്നത്, നീ ഒന്ന് ഓർഡറാ, ഒന്ന് ഉഷാറായിട്ട് ഓർഡറാ. ബിഗിനേഴ്സിന് സ്ട്രെങ്തിൽ എന്നൊക്കെ സമ്മതിക്ക്, ഈ ഓടുന്ന കാര്യമൊക്കെ വളരെയധികം സിമ്പിൾ അല്ലേ. പെട്ടെന്ന് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ഡീമൺ സ്ലേയേഴ്സ് ഒക്കെ തളർന്ന് താരോട്ട് വീഴുകയാണ്. ആരാടാ നിന്നോടൊക്കെ തളർന്ന് താര വീഴാൻ പറഞ്ഞത്, പെട്ടെന്ന് എഴുന്നേറ്റ് ഓർഡറാന്ന് പറഞ്ഞ് അവന്റെ ചന്തി കിട്ടണം കൊടുക്കുകയാണ്. നിങ്ങൾ വേറൊരു കാര്യം കൂടെ ആലോചിച്ചോ, എന്നെ പോലെ അത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കത്തില്ല മറ്റൊരു ഹാസ്റാസ് എന്ന് പറയുകയാണ് നമ്മുടെ ടങ്. സമയം തന്നെ ടങ്ങിന്റെ ഭാര്യമാരൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ്. ഞാനും ഉമ്മാരെ ഇങ്ങനെയൊക്കെ വിട്ടാ അവരെന്നെ കുറിച്ച് എന്താ ആലോചിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടങ്. ഇവരെ നിങ്ങളുടെ അടുത്ത് അയച്ചിരിക്കുന്നത് ഇവരുടെ സ്ട്രെങ്ത് കൂട്ടാനല്ലേ, അപ്പൊ മറ്റുള്ള ഹാസ്റാസ് എന്താണ് ചെയ്യുന്നതെന്ന് ടങ്ങിന്റെ ഒരു ഭാര്യ ചോദിക്കുകയാണെങ്കിൽ ഇവരെ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് പഠിപ്പിക്കും. മിക്സുരി ആണെങ്കിൽ ഫ്ലെക്സിബിൾ ട്രെയിനിങ് ചെയ്യും. ഒബനായി ആണെങ്കിൽ ഇവരുടെ ഷോർട്ട് സ്കിൽ ഇംപ്രൂവ്. സെനമി ആണെങ്കിൽ ഇവരെ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് പഠിപ്പിക്കും. ജിയോമി ആണെങ്കിൽ ഇവർക്ക് ബോഡി ബിൽഡിംഗ് ട്രെയിനിങ് കൊടുക്കും. കാണിക്കുന്നത് നമ്മുടെ സെനമിയാണ്. സെനമി ആണെങ്കിൽ എല്ലാ ഡീമൺ സ്ലെയറിനെ വാരിക്കോരി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മിക്സുരി ആണെങ്കിൽ ഒരു ഡീമൺ സ്ലെയറിനെ പിടിച്ച് ഫ്ലെക്സിബിൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ആണെങ്കിൽ ഓടിക്കൊണ്ട് വരുന്ന എല്ലാ ഡീമൺ സ്ലെയറിനെ അടിച്ച് താരയിടുന്നു. നമ്മുടെ മുയിച്ചറോ ആണെങ്കിൽ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് പഠിപ്പിക്കുന്നു. നമ്മുടെ ജിയോമി ആണെങ്കിൽ അവരെ എല്ലാവരെയും വെള്ളത്തിൽ വെച്ച് ട്രെയിനിങ് ചെയ്യുന്നു. നമ്മൾ കാണുന്നത് ഉറങ്ങിക്കൊണ്ടിരുന്ന താൻജോ എടുത്തോട്ട് ഒരു കാക്ക വരുന്നതാണ്. അതിന്റെ വായിൽ എന്തോ ഒരു കത്തുകൊണ്ട് അതെടുത്ത് വായിക്കാൻ നേരത്ത് ഹാഷ ട്രെയിനിങ്ങിന് ഇനി ജിയു ഇല്ല എന്നതാണ് വായിക്കുന്നത്. അത് എന്തുകൊണ്ട് എന്ന് താൻജോ ചിന്തിച്ചിരിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് വയ്യാതെ കിടക്കുന്ന മാസ്റ്റർ ഉപയോഗിക്കുകയാണ്. ഹാഷ്റാസൊക്കെ ആണെങ്കിൽ വരാൻ പോകുന്ന യുദ്ധത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരാണെങ്കിൽ ഒരു ഹാഷ്റ ട്രെയിനിങ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടികളാണെങ്കിൽ മൂസാനെ കൊല്ലാൻ വേണ്ടി ഓരോരോ പടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ലേഡി അമ്മാനെ അവരോട് പറയുന്നു, അമ്മാനെ നീ എനിക്ക് വേണ്ടി ചെയ്തു തരുന്ന കാര്യത്തിനൊക്കെ വളരെയധികം നന്ദിയുണ്ട്, ഒന്നും ഒരിക്കലും ഞാൻ മറക്കത്തില്ലെന്ന്. ഇതൊക്കെ കേട്ട് അമ്മാനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നത് ലേഡി തമായോനെയാണ്. അവരവിടെ ഇരുന്ന് എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തായിരുന്നു അങ്ങോട്ടൊരു കാക്ക വരുന്നത്. ഗുഡ് ഈവനിങ് മിസ് തമായോ, നിങ്ങളെ കാണാൻ സാധിച്ചുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാനാണെങ്കിൽ കഗായോ ബോഷാക്കിയുടെ ഒരു മെസ്സഞ്ചറാണ്. ഒളിച്ച് താമസിക്കുന്ന ഈ സ്ഥലം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ മാസ്റ്റർ കിടപ്പിലായി. എങ്ങനെയാണ് ഞങ്ങളെ കണ്ടുപിടിച്ചതെന്ന് തമായോ കാക്കയോട് ചോദിക്കുകയാണ്. ഞാനൊരു കാക്കയായതുകൊണ്ട് തന്നെ എന്നെ ആരും അങ്ങനെ ശ്രദ്ധിക്കത്തില്ല. അവരാണ് നിങ്ങളോട് താമസിക്കുന്ന ഉഷിഗ്രോയെ ഞാൻ കാണുന്നത്. ഞാൻ അവരെ ഫോളോ ചെയ്ത് ഞാൻ ഇവിടെ വരെ വന്നു. ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നിങ്ങളെ ഉപദ്രവിക്കാനൊന്നും അല്ല. നിങ്ങളോടൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഡീമൺ സ്ലെയർ ക്രോപ്പിൽ ഒരു പെൺകുട്ടിയുണ്ട്. അവർക്ക് ഡീമൺസിന്റെ ഫിസിയോളജിയെ കുറിച്ചും മരുന്നുകളെ കുറിച്ചും ഒരുപാടധികം ബോധ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നെസ്കോനെ തിരിച്ചൊരു മനുഷ്യനാക്കാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളും ഡീമൺ സ്ലെയർ ക്രോപ്പിലേക്ക് വരണം. നിങ്ങളും ഞങ്ങളുടെ കൂടെ മുസാരി കിബിക്സുജിയെ കൊല്ലാൻ വേണ്ടി നിൽക്കില്ലേ എന്ന് ചോദിക്കുകയാണ് കാക്ക. ഇതൊക്കെ കേട്ട് നമ്മുടെ തമായി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. കാരണം ഒരു ഡീമനായിട്ടുള്ള എന്നെ ഒരു ഡീമൺ സ്ലെയർ ക്രോപ്പിലേക്ക് വിളിച്ചിരിക്കുന്നു. ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 4 ഫസ്റ്റ് എപ്പിസോഡ് തീരുന്നത്. സോ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. സോ നിങ്ങൾ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് തരുന്നു. കാരണം നമ്മുടെ ചാനൽ ഇപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുന്നു. റോഡ് ടു 1K ആണ്. ഇനി വെറും 500 സബ്സ്ക്രൈബേഴ്സും കൂടെ മതി. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് തന്നേക്കാം. സോ അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ.